ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. എല്ലാ ദിവസവും ഇതുപോലെ അല്ലെങ്കിലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇതൊരു ഹോളിഡേ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പിന്നെ എണീച്ച ഉടനെ റൂമിന് കുറച്ച് വെളിച്ചം കിട്ടാൻ വേണ്ടി ഒരു കർട്ടനൊക്കെ തുറന്നു തരുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കാനെന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബെഡൊക്കെ വൃത്തിയാക്കി എൻ്റെ അനിയത്തിമാരുടെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടോയ്സൊക്കെ കുറച്ചൊന്ന് ഒതുക്കി വെച്ച് അതൊക്കെ സെറ്റാക്കിയിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിരുന്നു. പുട്ടും വേറെ കറിയായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് ഞാൻ അനിയത്തി അവിടെ മാഷ കണ്ടത്. അപ്പോൾ അവളുടെ അപ്പം കുറേ നേരം ഇന്ന് മാഷയൊക്കെ കണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡെസ്കൊക്കെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. സോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കി എടുത്തു. അതിങ്ങനെ സെറ്റാക്കി വന്നപ്പോഴാണ് പുറത്തിങ്ങനെ മഴ വീണ സൗണ്ട് കേട്ടത്. സോ വേഗം സിറ്റോട്ട് പോയിരുന്നപ്പോഴാണ് 2 മാങ്ങ ഓൺ ദി സ്പോട്ടിൽ വീണത് കണ്ടത്. ഇത് വീണപ്പോൾ അത് അവസാനത്തെ മാങ്ങയൊന്നും എനിക്ക് അറിയണമെന്നില്ല. കാരണം അതിനുശേഷം പിന്നെ മാങ്ങ ഒന്നും വീണിട്ടില്ല. മാങ്ങയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അനിയത്തിമാരൊക്കെ മഴ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ഒന്ന് ചെറുതായി കുറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു റോസൊക്കെ നോക്കാൻ വിചാരിച്ചു. റോസ് മാത്രമല്ല, റോസിനെ കൂട്ടായി കുറച്ച് മഷ്റൂംസ് കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നടുക്കിലേക്ക് പോയി നോക്കിയപ്പോൾ എൻ്റെ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ നോക്കിയത് ഞാൻ കുറച്ച് നേരം പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശനി ഞായർ വേണ്ട ഒരുപാട് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തിങ്കളാഴ്ചയ്ക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. സോഷ്യലായിരുന്നു ഉണ്ടായിരുന്നത്. സോഷ്യൽ വെച്ചാൽ കുറച്ച് വലിയ ചാപ്റ്ററാണ്. എന്നാലും അത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് കുറച്ച് നേരം പഠിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ അവർ വന്നപ്പോൾ മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ പെരി പെരി ആയിരുന്നു. പെരി പെരി അൽഫാമും കൂട്ടി നല്ല മന്തിയൊക്കെ കഴിച്ചു. അതിനുശേഷം വീണ്ടും കുറച്ച് നേരം പഠിച്ചു. പിന്നെ എനിക്കൊരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഹിന്ദി ആയിരുന്നു കേട്ടോ അസൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരം ആ ഒരു അസൈൻമെൻറ്റ് പിന്നിലായിരുന്നു. കുറേ നേരം അതിൽ കുറേ ചിത്രം വരച്ച്, കുറേ അങ്ങോട്ട് എഴുതി, കുറേ ഇവിടെ എഴുതി, അവിടെ എഴുതി, അങ്ങനെ കുറേ നേരം അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ അനിയത്തിമാരൊക്കെ അവിടെ ഫുൾ കളിയിലായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന പോലെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം അവർ കളിക്കണൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ കൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് നടന്നു. പിന്നെ കുറേ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. ഒരു 6-6:45 ആയിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോൾ. പിന്നെ വീട്ടിനുള്ളിൽ കയറി നിസ്കരിച്ചു, ഖുറാനൊക്കെ ഓതി. പിന്നെ കുറേ നേരം ഈ ലൈറ്റിലും കളിച്ച് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങനെ ഫോണും തോണ്ടി ലൈറ്റിലും കളിച്ചൊക്കെ ഇരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന്. ഒരു മൂവി ലൈറ്റൊക്കെ പോലെ ലോഡഡ് ഫ്രൈസൊക്കെ എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എയർ ഫ്രൈഡിൽ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും അതേപോലെ തന്നെ ഒരു ടൊമാറ്റോ കെച്ചപ്പൊക്കെ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ കെച്ചപ്പ് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കി അതൊക്കെ സെറ്റ് ചെയ്ത് എയർ ഫ്രൈറിൻ്റെ ഉള്ളിലോട്ട് വെച്ചു. ഒരു ചീസൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. അതിനുശേഷം അത് എയർ ഫ്രയറിൽ നിന്നൊക്കെ എടുത്ത് പിന്നെ ഫുള്ള് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോവുമായിരുന്നു. നേരെ അതൊക്കെ എടുത്ത് ഞാൻ സിനിമ കാണാൻ പോയി. സിനിമ അതിലൊരു സീരിയസ് ആയിരുന്നു. പിന്നെ ഫുള്ളൊരു അറ്റാക്കായിരുന്നു ആ ഒരു ലോഡഡ് ഫ്രൈസിലോട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം ഞാനും സിനിമ കണ്ടിരുന്നു കേട്ടോ. അനിയത്തിമാരൊക്കെ വേഗം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറേ നേരം ഇന്ന് കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ. സോ എല്ലാ ദിവസത്തെ പോലെ ഒന്നുമല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഹോളിഡേ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.